അപ്പൊ ഇന്ന് കേരളത്തിലേക്ക് പശുക്കൾ എടുത്തവരായി ഇതല്ലേ? വയനാട് ഓക്കെ, വയനാട്. കോട്ടയം. ഇത് കോട്ടയം. ട്രിവാൻഡ്രത്തില് അവിടെ പശു പിടിച്ച് നിൽക്കുന്നുണ്ട്. ശരി, അഭിചേട്ടന്റെ പേരെന്താ? ബാബു. സ്ഥലം എവിടെയെന്ന് പറഞ്ഞേ? വയനാട്. ശരി, അപ്പൊ ഇന്ന് എത്ര പശുവിനെ എടുത്തിട്ടുണ്ട് നമ്മള്? 3 അപ്പൊ ഇന്ന് എടുത്തിരിക്കുന്ന പശുക്കൾ എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല പശുക്കളാണ്. ഇത്തരത്തിലുള്ള പശുക്കൾ എടുക്കാൻ ശക്തിയുടെ ഹെൽപ്പ് എങ്ങനെയുണ്ട്? ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, വീണ്ടും അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇത്തരത്തിലുള്ള പശുക്കളെ വില പേശി എടുക്കാൻ സാധിക്കുന്നുണ്ട്, കാരണം ഈ ശക്തി തന്നെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണല്ലോ വന്നത്. ഈ ചേട്ടന്റെ പേരെന്താ? പ്രശാന്ത്. സ്ഥലം എവിടെയാട്ടാ? രാമപുരം, കോട്ടയം ജില്ല രാമപുരം. ഇന്ന് എത്ര എണ്ണം എടുത്തു? 2 എണ്ണത്തെ. അപ്പൊ ഈറോഡ് മാർക്കറ്റിൽ ആദ്യമാണോ? ആദ്യമായിട്ടാണ് വരുന്നത്. ശരി, എന്തുകൊണ്ടാണ് ഈറോഡ് മാർക്കറ്റിൽ തെരഞ്ഞെടുത്തത്? നമ്മള് നിങ്ങളുടെയൊക്കെ വീഡിയോയിൽ കൂടെ ശക്തിയണ്ണന്റെ പേരും നമ്പർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു പോരെ, നല്ല പശുവിനെ എടുത്തരാന്ന് പറഞ്ഞു. വന്ന് നല്ല ഹെൽപ്പായിരുന്നു. ആദ്യം തന്നെ 2 പശുവിനെ എടുത്തു തന്നു. ഈ പറഞ്ഞ പശുക്കളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ഹൈബ്രിഡ് പശുക്കളെയാണ്. ഇത്തരത്തിലുള്ള പശുക്കൾക്ക് 20 കിട്ടുന്ന ഉറപ്പ് തോന്നുന്നുണ്ടോ? അണ്ണൻ ഉറപ്പ് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ വേണ്ടി അണ്ണന്റെ ഹെൽപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു. ഫോൺ വിളിച്ചപ്പോഴേ തന്നെ പോരാൻ പറഞ്ഞ് വന്ന് നല്ല പശുക്കളെ നോക്കി എടുത്ത് തരുമൊക്കെ ചെയ്തു. ഇന്ന് ഞാൻ നിൽക്കുന്നത് സൗത്ത് ഇന്ത്യ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റായ ഈറോഡ് മാർക്കറ്റിലാണ്. അപ്പൊ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ എത്ര പശുവിനെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ? ഞാൻ 35 പശു എടുത്തിരിക്കണം. അപ്പൊ ഇന്ന് വാങ്ങിച്ചിരിക്കുന്ന പശുക്കളെ ഒന്ന് കാണിക്കാവോ? കാണിക്കലേട്ടാ. ഓക്കെ, ഇത് രണ്ടാമത്തെ ആണല്ലേ? ഇത് 2வது പ്രസവം. ഓക്കെ, ഒരു ദിവസം 20 ലിറ്റർ മേലെ கிடைக்கும். അകിടൊക്കെ ഒന്ന് കണ്ടോട്ടാ, സൂപ്പർ അകിട. പ്രസവിച്ചിരിക്ക്. ഇത് കന്നി പ്രസവം. ഓക്കെ, ഇത് അപ്പൊ കന്നിയാണ്. കന്നി 4 പല്ലേട്ടാ. ഓക്കെ, 4 പല്ല് അല്ലേ? ഇത് ഒരു ദിവസം ഒരു 18 മുതൽ ഒരു 20 ലിറ്റർ വരെ കിട്ടും. ഇത് 2வது പ്രസവം. ഇത് രണ്ടാമത്തെയാണ്. നല്ല വൈറ്റ് அதிகமா இருக்கேன்டா. സൂപ്പർ വൈറ്റ് അല്ലേ? അടിപൊളി, നല്ല ഫ്രീ இருக்கு. இன்னும் லோட் இறங்கும். ഓക്കെ ഓക്കെ. ഇത് കന്നി പ്രസവം. ഇത് കന്നിയാണല്ലേ? അപ്പൊ ഈ കാണുന്ന പശുക്കൾക്ക് എത്രത്തോളം ലിറ്റർ പാല് കിട്ടും? எல்லாமே 20 லிட்டர் கீழே வராது. எல்லாமே 20 மேல கிட்டின பசு தான் எடுத்திருக்கு. இதோ இது 2வது பிரசவம். சேன பசு. இது கன்னி பிரசவம். இது கன்னிയാണ്, ചേനയാണല്ലേ? ചേന, ഇത് ചേന. ഓക്കെ, ചേന. ഇനി ഒരാഴ്ച പിടിക്കും പ്രസവിക്കാൻ. ഇത് ശിവാജി എച്ച്എഫ് ഏട്ടാ. ഇത് ശിവാജി എച്ച്എഫ് ആണല്ലേ? അടിപൊളി. ഓക്കെ, ശിവാജി എച്ച്എഫ്. എത്രാമത്തേത്? ഇത് കന്നി പ്രസവം 4 പല്ല്. ഓക്കെ, കന്നി 4 പല്ലാട്ടോ. 4 പല്ല്. കാമ്പ് ഉണ്ടോ? നല്ല സൂപ്പർ കാമ്പല്ലേ? അടിപൊളി കാമ്പ്. ഈ കാരണം മടിച്ചിട്ട് നോക്കി അടിപൊളിടാ. സൂപ്പർ. ഒരു 18 മുതൽ ഒരു 20 ലിറ്റർ വരെ കിട്ടും ആണല്ലേ? ഇത് 2வது പ്രസവം കേട്ടോ. ഒരു 20 ലിറ്റർ മേലെ கிடைக்கும். ഒരു 20 ദിവസം പിടിക്കും. ഇത്രത്തോളം ഉണ്ടല്ലേ? ഇത്രത്തോളം വരാനുണ്ടോ? ഇത്രത്തോളം വരാനുണ്ടോ? അതിനുള്ള സ്റ്റോറേജ് ഉണ്ട്. ഇത് ഒരു ദിവസം 25 ലിറ്റർ ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, 25 ഉറപ്പാണ് ഇതില്ലേ? ഉറപ്പായിട്ട് 25 ലിറ്റർ ഫ്രീ എவ்வளவு இருக்கு பாருங்கடா. ഓക്കെ, ഇത്രയും ലോഡ് ആകും. അപ്പൊ ഈ കാണുന്ന വലിയ മടിസെറ്റ് ആണുള്ളത്. ഇത് പ്രസവിച്ചിരിക്കട്ടാ. ഇത് പ്രസവിച്ചാണല്ലേ? ഇത് പ്രസവിച്ച് ഒരു ദിവസം 25 മുതൽ 30 ലിറ്റർ വരെ കിട്ടും. ഇത് 2வது പ്രസവം കേട്ടാ. ഇത് രണ്ടാമത്തെ. ഇത് ചെന. ഇത് ചേനയാണല്ലേ? കാമ്പ് பாருங்கடா, எவ்வளவு இடைவெளி கேப் இருக்கு பாருங்க. ഒരു ദിവസം 20 ലിറ്റർ മേലെ കിട്ടും. ഇത് ജേഴ്സി കേട്ടാ. ഇത് 2 പല്ല്. ശരി, 2 പല്ല് ജേഴ്സി ആണ്. 2 പല്ല് ജേഴ്സി. ഒരു ദിവസം 20 ലിറ്റർ കിട്ടേട്ടാ. ഒരു 15 മുതൽ 20 ലിറ്റർ വരെ കിട്ടും. പിന്നെ ഒരു 20 ദിവസം പിടിക്കും. ഓ, ഇതല്ലേ? പ്രസവിക്കാൻ ഒരു 20 ദിവസം പിടിക്കണ്ട ചേട്ടാ. ഇത് 2வது പ്രസവം. ഇത് രണ്ടാമത്തെ. ഒരു ദിവസം 20 ലിറ്റർ മേലെ കിടക്കട്ടാ. ഇത് പാരുங்க, ഇത് 3வது പ്രസവം. ഇത് മൂന്നാമത്തെ ആണ്. ഇത് ഒരു ദിവസം 20 ലിറ്റർ മേലെ കിട്ടും. ഓക്കെ, ഇത് 6 പല്ല്. ഇത് 6 പല്ല് ജെർസി ചേട്ടാ. ഇത് ഒരു ദിവസം ഒരു 25 മുതൽ 30 ലിറ്റർ വരെ കിട്ടും. അത്യാവശ്യം മടി ആവാനുണ്ടല്ലേ? ദിവസം പിടിക്കട്ടാ. എത്ര ഒരു 15 ദിവസം പിടിക്കും. 15 ദിവസം പിടിക്കും. ഇത് ഇപ്പൊ പ്രസവിച്ചിരിക്ക്. ഫുൾ ബ്ലാക്ക് ഏട്ടാ. ശരി, ഇപ്പൊ പ്രസവിച്ചു. ഓ, ഇപ്പൊ പ്രസവിച്ചു. എത്രത്തോളം ലിറ്റർ പാല് കിട്ടും? ഒരു 20 ലിറ്റർ മേലെ കിടക്കട്ടാ. അടിപൊളി, ഫുൾ ബ്ലാക്ക് കേട്ടോ. കാമ്പ് பாருங்க, எவ்வளவு காம்பு டிஸ்டன்ஸ் எல்லாம் பாருங்க. അടിപൊളിട്ടാ. ബ്ലാക്ക് அதிகமா இருக்கட்டா. இதெல்லாம் கிளைமேட் செட் ஆகும். അതെ അതെ അതെ. ഇത് 3வது പ്രസവം ഏട്ടാ. അപ്പൊ ഇത് 2 മൂന്നാമത്തെ പ്രസവം ഏട്ടാ. கொஞ்சம் முன்னாடி படிங்க. ഓക്കെ, ഒരു 15 മുതൽ 20 ലിറ്റർ വരെ കിട്ടും. 15 മുതൽ 20 ലിറ്റർ വരെ ഗ്യാരണ്ടി പറയുന്ന അടിപൊളി മൂന്നാമത്തെ പ്രസവം. ഓക്കെ, ദാ ഈ കണ്ണ് കാമ്പ് കണ്ടോട്ടാ. കണ്ണ് കാമ്പ് കണ്ടോ? അടിപൊളി കാമ്പ്. ഓക്കെ, ഇത് 2வது പ്രസവം ഏട്ടാ. ഇത് ഒരു 20 ലിറ്റർ ഉറപ്പായിട്ട് കിട്ടും. അതിനുള്ള മടിസെറ്റ് ഉണ്ട് കേട്ടോ അല്ലേ? മടിസെറ്റ് കാമ്പെല്ലാം ഉണ്ട് പാരുங்க. അപ്പൊ ഈ കാണുന്ന ഒരു ബലൂൺ മടിയാണല്ലോ അല്ലേ? ശരിക്കും ഒരു ബലൂൺ പോലെ ഇവിടെ. അടിപൊളി. ഒരു 20 ലിറ്റർ ഉണ്ടാവും കേട്ടോ. ഇത് കന്നി പ്രസവം. അത് 2 കന്നി പ്രസവം. ഹൈറ്റ് കൂടിയാണല്ലോ. മാർക്കറ്റിൽ ടോപ്പ് ക്വാളിറ്റിയാണ് പശു കേട്ടോ. இன்னைக்கு മാർക്കറ്റിൽ ടോപ്പ്. ഒരു ദിവസം ഒരു 20 ലിറ്റർ കിട്ടും. പ്രസവിക്കാൻ 1 മാസം സമയമുണ്ട്. ഈ പശു പ്രസവിച്ച്. ഓക്കെ, കന്നി പ്രസവം 4 പല്ല്. ഈ കാണുന്നത് കന്നിയാണ്. 4 പല്ല് പ്രസവിച്ചിട്ടുണ്ട് പെൺകുട്ടി. അപ്പൊ ഇത്രയും പശുക്കളിൽ എത്ര എണ്ണം നമ്മുടെ കേരളത്തിലോട്ട് പോകണ്ട? ചേട്ടാ, ഇത് കേരളത്തിൽ ഒരു 22-23 എണ്ണം പോകട്ടെ. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിലേക്കാണ്. കേരളക്ക് അധികം എടുത്തിருக்கு. അല്ല 2 എണ്ണം 3 എണ്ണം 4 എണ്ണം. ഒരു കസ്റ്റമർക്ക് 9 എണ്ണം എടുത്തിருக்கு. ഓ, അപ്പടിയാ. അത് റേഞ്ച് പാരുங்க. எல்லாமே குவாலிட்டி எப்படின்னு பாருங்க. ഈ കാണുന്നതെല്ലാം ഫാം ടൈപ്പ് അല്ലേ? എല്ലാം ഫാം ടൈപ്പ് പശു. എല്ലാം ഫാം ടൈപ്പ്. ഇവിടെ ഉള്ള പശു എല്ലാം ഫാം. ഒരു ദിവസം 20 ലിറ്റർ മേലെ കിടക്കുന്ന ഫാം ടൈപ്പ് പശു. ഓക്കെ, ഇത്തരത്തിലുള്ള പശുക്കളിൽ ഏറ്റവും കൂടുതൽ 1ാം പ്രസവമാണോ 2ാം പ്രസവം അധികം ഇരിക്കട്ടാ. ഇതെല്ലാം പാൽ ഞരമ്പ് இந்த കാമ്പെല്ലാം ഡിസ്റ്റൻസ് എല്ലാം പാരുങ്ങട്ടാ. ശരിതാ, ഈ കാണുന്ന പാൽ ഞരമ്പൊക്കെ ഒന്ന് കണ്ടോട്ടാ. അടിപൊളിയാണ്. പിന്നെ ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു കാമ്പിന്റെ ഡിസ്റ്റൻസ് ഇതാ
இதெல்லாம் கேட்டா பசு எல்லாம் இப்படி நோக்குங்க கேட்டா സൂപ്പർ இதெல்லாம் பாருங்க ஒரு 25 ലിറ്ററിന് മേലെ கிடைக்கும் അടിപൊളി കേട്ടതാ ഇനി പ്രസവിക്ക് ഒരാഴ്ച പിടിക്കേണ്ട അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ വേണ്ടി നമ്മൾ ഈറോഡ് വരുമ്പോ എത്ര മണിക്ക് വരണം നമ്മൾ വ്യാഴാഴ്ച രാവിലെ 2 മണിക്ക് ഇവിടെ എത്തണം കേട്ടാ ഏകദേശം വെളുപ്പിന് ഒരു 2 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇത് കാണാം അല്ലേ எல்லாமே குவாலிட்டி பஸ் தான் எடுத்துக்கிட்ட பாருங்க எல்லாமே டாப் குவாலிட்டியான மாதிரி தான் எடுத்துருக்கு ഇവിടുന്ന് വണ്ടി സൗകര്യം എങ്ങനെയാണ് எல்லாமே കിലോമീറ്റർ കണക്കേട്ടാ ആனா ഇത് வந்து HF ജെർസി ശിവാജി HF അല്ലേ HF ல ജെർസി HF ജേഴ്സി ஒரு ദിവസം ഒരു 20 ലിറ്ററിന് മേലെ கிடைக்கும் ശരിക്കും ഒരു ബലൂൺ ടൈപ്പ് ആണ് അതിന്റെ ആ ഒരു മടി സെറ്റ് ഒക്കെ അല്ലേ பாருங்க ഇതും பாருங்க കേട്ടാ ഇത് നല്ല ക്വാളിറ്റിയാണ് ബസ് ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം നമ്മൾ ഇവിടെ വരണം കേട്ടാ ഇവിടെ തന്നെ വരണം അതെ ശരിക്കും ചിന്താമണി ബ്രീഡ് അല്ലെങ്കിൽ ചിന്താമണി ചിന്താമണിയിലും ബസ് എടുക്കില്ല ചിന്താമണി ബ്രീഡ് ഇവിടെ ഈറോഡിലും കിട്ടും ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ ശരിക്കും അണ്ണ കണ്ടാൽ മതി അല്ലേ മതി ശരിക്കും അണ്ണ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഗുണം ചേട്ടാ நீங்க வந்து மேக்ஸிமம் வந்து ஒரு 3 மணிக்கு மேல கால் பண்ணா ஃப்ரீயா இருப்பேன் கேட்டா ഓക്കെ இப்போ மார்க்கெட் ദിവസத்துல ഇവിടെ கொஞ்சம் பிஸியா இருக்கும் இந்த ഓക്കെ டைம்ல ആ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ വേണ്ടി എന്തൊക്കെ ഹെൽപ്പ് ചെയ്തു കൊടുക്കണം ഒന്ന് പറയാം എല്ലാം ചെയ്തു കൊടുക്കേട്ടാ നീங்க അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട് വന്നാൽ മതി ഒരു ദിവസം മുൻപ് വിളിച്ചാൽ മതി കേട്ടാ ഇത്തരത്തിലുള്ള പശുക്കളെ നമുക്ക് വില പേശി വാങ്ങിക്കാൻ പറ്റും അത് മേടിച്ച് കൊടുത്തല്ല കേട്ടാ അതായത് വില പേശി വാങ്ങിക്കാം പിന്നെ വണ്ടി സൗകര്യം ചെയ്തു കൊടുക്കും എല്ലാം റെഡിയായി കൊടുക്കട്ടാ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് റെഡിയായി കൊടുക്കും